അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈബൻ ബത്തൂറ്റ മോൾ, അതും ഒരു വെറൈറ്റി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ദുബായ് മെട്രോ എടുത്തു. അവിടെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനിൽ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് മെട്രോ എടുത്തത്. അപ്പോൾ സെൻട്രൽ പോയിന്റ് മെട്രോ സ്റ്റേഷനിൽ പോകുമ്പോൾ ട്രാവൽ ചെയ്യുന്ന നോൾ കാർഡ് കാണിച്ചിട്ട് അതിൻ്റെ പാർക്കിങ്ങിൽ പോയി വണ്ടി പാർക്ക് ചെയ്യുക. പാർക്കിംഗ് കിട്ടിയത് ഏറ്റവും മുകളിലാണ്. പക്ഷെ വേറൊരു നല്ല കാര്യം, മുകളിലും ഷെയ്ഡുണ്ട്. ഈബൻ ബത്തൂറ്റ മോളിൽ പോകുന്ന ആ പ്ലാറ്റ്ഫോമിൽ 2 ട്രാം വരും, രണ്ടും മാറി മാറി വരും. അവസാനത്തെ സ്റ്റോപ്പിൻ്റെ നമ്പർ 42, വേറൊരു സ്റ്റോപ്പിൻ്റെ പേര് 72. ഈബൻ ബത്തൂറ്റ മോളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രാം 42 നമ്പറാണ്. സൂക്ഷിച്ച് നോക്കി കയറണം. ഈബൻ ബത്തൂറ്റ മോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ മൊത്തം 6 കോർട്ടുണ്ട്. അതായത് ഓരോ കൺട്രീനെ സൂചിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു കോർട്ടായിട്ടാണ് അവർ തിരിച്ചു വച്ചിരിക്കുന്നത്. അതിൽ അൽഡലൂസിയ കോർട്ട്, ടുനീഷ്യ കോർട്ട്, ഈജിപ്റ്റ് കോർട്ട്, പേർഷ്യ കോർട്ട്, ഇന്ത്യ കോർട്ട്, ചൈന കോർട്ട്. ഇതെല്ലാം കണക്റ്റഡാണ്. ഈ ഓരോ സ്ഥലം കഴിഞ്ഞ് അടുത്ത കോർട്ട് ആകുമ്പോഴേക്കും ആ കൺട്രിയുടെ ഒരു തീമിലാണ് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആ പാത്ത് വേ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഇതല്ലാണ്ട് ഒരു സെൻട്രൽ പോയിന്റ് പോലെ ഓരോ കോർട്ടിനുണ്ട്. ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ആയിട്ടുള്ള പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഈബൻ ബത്തൂറ്റ മോളിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈബൻ ബത്തൂറ്റ മോളിൻ്റെ മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. നേരെ നടന്നപ്പോൾ ബസ് സ്റ്റോപ്പ്, അവിടെ നിന്ന് ഇടത്തോട്ട് ഈബൻ ബത്തൂറ്റ മോളെന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറി നേരെ ഒരു എസ്കലേറ്ററാണ്. എസ്കലേറ്ററിൽ കയറി നോക്കിയപ്പോൾ അത് പെർഷ്യ കോർട്ടിലാണ്. പെർഷ്യൻ കോർട്ടിൽ കയറിയപ്പോഴേക്കും അവിടെ മൊത്തം ആ ഫുഡ് കോർട്ട് മൊത്തം പെർഷ്യൻ സ്റ്റൈലിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ഹാങ്ങിങ് ലൈറ്റ് അടിപൊളിയായിരുന്നു. അവിടെ ഒരു ബ്രാൻഡ്സ് ഫോർ ലെസ് ഉണ്ട്. അപ്പോൾ അവിടെയും കയറിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ താഴെ ഒന്ന് നോക്കിയപ്പോഴേക്കും ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഹോം ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്ഥലം, ഫർണിച്ചേഴ്സ് അങ്ങനെയൊക്കെ, ഷെൽഫ് അതൊക്കെ വിൽക്കുന്ന ഒരു വലിയൊരു സ്ഥലം. പിന്നെ അത് മൊത്തം കറങ്ങി നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ ലൈറ്റിൻ്റെ കളറ് ഒരുമാതിരി ഒരു മഞ്ഞ കളറാണ്. റൂഫ്, ആ സൈഡിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ചുവര് ഒക്കെ നല്ലൊരു രീതിക്ക് വെച്ചിട്ടുണ്ട്. ആ കൺട്രിയുടെ ഒരു സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈജിപ്റ്റ് കോർട്ടിൽ പോയി. ഈജിപ്റ്റ് കോർട്ട് അതിനെക്കാട്ടിലും നല്ല അടിപൊളി. അതായത് ഈജിപ്തിൻ്റെ സ്റ്റൈലിൽ ഈ പിരമിഡിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പടങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്റ്റൈലിൽ ഫുൾ സ്ഥലവും അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ പില്ലറിലൊക്കെ ഓരോ ആർട്ടിഫാക്ട്സ് ഇങ്ങനെ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് ഒരു ആസ്ട്രോളജർ പ്രതിമ ഉണ്ട്. അതിങ്ങനെ കറങ്ങിയിരിക്കും. പിന്നെ ഇവിടെ പിള്ളേർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനുണ്ട്. അപ്പോൾ ചില പിള്ളേർക്കൊക്കെ നടക്കാനൊക്കെ ഭയങ്കര കരച്ചില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇരുത്തി നമുക്ക് കൊണ്ടുപോകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നു. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഐസ്ക്രീം കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് നടന്നു പോയി ഓരോ ഷോപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ ഇന്ത്യ കോർട്ടിലെത്തി. ഇന്ത്യ കോർട്ടിലെത്തിയ ഉടനെ തന്നെ അവിടുത്തെ സ്റ്റൈലൊക്കെ വീണ്ടും മാറി. ഒരു ഇന്ത്യൻ ലുക്കിലായി മൊത്തം. അതിൻ്റെ ഹാളിൽ നല്ല അടിപൊളിയായിട്ട് ഈ പഴയ പാലസൊക്കെ പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയുടെ ആ ഒരു മെയിൻ സെൻറ്ററിൽ പോകുമ്പോഴേക്കും ഇതിലൊരു ആന, ഒരാൾ അതിൻ്റെ മേളിലിരിപ്പുണ്ട്. പ്രതിമത ഉണ്ടാക്കി വെച്ചിരിക്കും. പിന്നെ ഈ നല്ല അടിപൊളിയായ ഒരു സെൻറ്റർ സീലിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൽ ബാൻഡ് പോലത്തെ ഒരു സെറ്റപ്പിൽ വേറെ പ്രതിമത ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പോൾ അടുത്ത ചൈനയിൽ കയറി.
ചൈന നന്നായിട്ട് തന്നെ തോന്നി. ഒരു പഴയ ഒരു രീതിക്ക് അതിൻ്റെ കളർ തീമായാലും ആർച്ചായാലും എല്ലാം നല്ല രസമായിട്ടുണ്ട്. ഇതിൻ്റെ ആ മെയിൻ ഹോൾ അറ്റത്തായിരിക്കുന്ന. അപ്പോൾ ഇതിലെന്തോന്നുണ്ടെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോഴേക്കും ഒരു പഴയ ഷിപ്പ് ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞതുപോലെ വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി കൗതുകമുണ്ട്, കാണാൻ നല്ല രസമുണ്ടായിരുന്നത്. അപ്പോൾ വെറുതെ ഒന്ന് വന്നതിന് നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ആ മെട്രോയിൽ അങ്ങ് കയറിപ്പോയി. ഏതായാലും നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കും സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വരിക, നോക്കുക. അപ്പോൾ ഓക്കെ, എന്നാൽ വേറൊരു വീഡിയോയിൽ പിന്നൊരുക്കി കാണാം. അപ്പോൾ ഓക്കെ.